ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്കയൊക്കെ ഉള്ള യുദ്ധം അങ്ങനെ നിർബാധം തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവവികാസങ്ങൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ യുദ്ധം ഏതാണ്ട് ഒരു മാസത്തോളമെങ്കിലും നീണ്ടു നിൽക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇറാഖിലായിരുന്നെങ്കിൽ ഇറാഖിൽ സദാം ഹുസൈനെ പുറത്താക്കാനുള്ള യുദ്ധവും ഏതാണ്ട് അതേപോലെ തന്നെയൊക്കെ നടന്നു. ഒരു മാസത്തോളം എയർ സ്ട്രൈക്കൊക്കെ നടത്തി അവരെ തളർത്തി, അവരുടെ ഫുഡ് വിതരണ ശൃംഖലകളെല്ലാം തകർത്ത് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഒക്കെ തീർന്നതിന് ശേഷം യുദ്ധം ചെയ്ത് തളർന്നു കിടക്കുന്ന സൈനികരെ ആക്രമിച്ച് കീഴടക്കുക, അതൊരു ശൈലിയാണ്. അപ്പോൾ ഇവിടെ അത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. മിക്കവാറും ഒരു മാസം യുദ്ധം തുടരുമ്പോഴത്തേക്കും ഇറാനിലെ സൈനികർക്ക് വേണ്ടത്ര ഭക്ഷ്യധാന്യങ്ങളൊന്നും കിട്ടാതാവും. ഭക്ഷ്യശൃംഖലകളെല്ലാം തകർക്കും. അവർക്ക് വേണ്ടാത്ത ഭക്ഷണവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളോ വെള്ളവും കുടിവെള്ളവും ഒന്നും ഇല്ലാതെ എവിടെയെങ്കിലും ഒക്കെ പോക്കറ്റുകളിൽ ഈ സൈനികരെല്ലാവരും നരകിച്ച് ഒരു മാസത്തോളം താമസിക്കും. അതിനുശേഷം ആയിരിക്കും മിക്കവാറും കരയുദ്ധമൊക്കെ തന്നെ ആരംഭിക്കുന്നത്. അതിന് മുമ്പ് കീഴടങ്ങുമെന്ന് അറിയത്തില്ല, തന്നെ ആരംഭിക്കുന്നത്. അതാണതൊരു ശൈലി. അപ്പോൾ പിന്നെ ആരെങ്കിലും വന്നാൽ മതിയായിരുന്നു കീഴടങ്ങാവുന്നുള്ളൊരു അവസ്ഥയിലേക്കാകും. ആദ്യത്തെ മൂച്ചൊക്കെ തീരും. 2 ദിവസം ഒരു നേരം അല്ലെങ്കിൽ 2 നേരം അല്ലെ 3 നേരം പട്ടിണി കിടക്കുമ്പോഴത്തേനും സൈനികർക്ക് ശാരീരികമായിട്ടൊക്കെ അവരുടെ മനോവീര്യം എല്ലാം തളർന്നു പോകും. അങ്ങനെയൊക്കെയാണ് യുദ്ധ തന്ത്രങ്ങൾ നടത്തുന്നത്. ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഷായുടെ മകൻ തിരിച്ചു വരും, ഒരു സർക്കാർ ഉണ്ടാക്കും എന്നൊക്കെ ആണ് പറയുന്നത്. അതൊക്കെ വളരെ പോസിബിളായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ ജനതയെ രക്ഷിക്കാനായിട്ട് ഷാ ഭരണകൂടത്തിൻ്റെ അനന്തരാവകാശിയായ പല്ലവി വരിക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ വന്നാൽ മാത്രമേ അവിടെ ഒരു സാമാന്യമെങ്കിലും ശക്തമായ ഒരു ഭരണകൂടം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ അവിടെ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. ഇപ്പോൾ ഏതായാലും തകർന്നു തരിപ്പണമായ ഇറാനെ നല്ല രീതിയിലൊരു സാംസ്കാരിക പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 5-6 വർഷം വേണ്ടി വരും. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഇനി പഴയ നിലയിലേക്ക് വരുള്ളൂ. കാരണം ഇത്രയും കാലം ഏതാണ്ട് 50 വർഷക്കാലം ഏകാധിപത്യത്തിന് കീഴിൽ കിടന്ന ഒരു രാജ്യം പെട്ടെന്ന് ഇനി പെട്ടെന്ന് ഈ ഒരു യുദ്ധവും കൂടെ കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്നും പച്ച പിടിച്ച് വരത്തില്ല. അപ്പോൾ അതുപോലെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ എത്രത്തോളം ഇനി വരുന്നു എന്നുള്ളതിനനുസരിച്ച് ആയിരിക്കും ഇറാൻ ജനതയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ ഇറാന് ഇനിയിപ്പം തീവ്രവാദമൊക്കെ ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളെല്ലാം സംഭവിച്ചുള്ള തീവ്രവാദം ഉപേക്ഷിച്ചിട്ട് നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഇറാൻ ജനതയ്ക്ക് നല്ലതായിരിക്കും.